അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയൊരു യുദ്ധക്കളം പോലെ കിടക്കുന്ന എൻ്റെ കിച്ചൺ. നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. ഐ തോട്ട് ഐ ഫിലിം വാട്ട് ഐ ഡു. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്നെ മടി പിടിക്കുന്നൊരു ആളാണ് ഞാൻ. ഭയങ്കര പ്രോക്കാസ്റ്റിനേഷൻ്റെ ആളാണ് ഞാൻ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്താൽ മേ ബി എനിക്ക് മടിയുള്ള സമയത്ത് ഞാൻ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ തന്നെ ചെയ്യുന്നത് ഇത്രയും സൂപ്പറായിട്ടെന്നാണെങ്കിൽ എനിക്ക് വീണ്ടും ചെയ്യാമെന്നുള്ളൊരു ത്വര വന്നാലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കിതൊക്കെ ക്ലീൻ ആക്കുന്നത് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇത് ക്ലീൻ ആക്കുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ ബിരിയാണി ഐ ഷോ യു. ഇതാ ഇത്രയും തീർന്നു. അപ്പോൾ ഞാനത് 2 നേരത്തേക്കൊന്ന് ഉദ്ദേശിച്ചുണ്ടാക്കിയത് ബ്രഞ്ചും നൈറ്റും കൂടെ ആയിരുന്നു. ബട്ട് അതിപ്പോൾ ഇങ്ങനെയായി ബിക്കോസ് നമ്മൾ 3 പേരുണ്ടായിരുന്നു കഴിച്ചു. ഞാൻ വിചാരിച്ചു ഒരു ബാച്ചും കൂടെ വേഗം ഉണ്ടാക്കാമെന്ന്. ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ക്യൂക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വേഗം ഉണ്ടാവും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളൊന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്മോൾ ബാച്ച് ഫോർ മീ ആൻഡ് മൈ ബ്രദർ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാലയൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കണം. ആൻഡ് അത് ഈ ക്ലീനിങ്ങിൻ്റെ കൂടെ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ ക്ലീനിങ്ങും അതിനൊപ്പം തന്നെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 hourൽ മൊത്തം പരിപാടി തീരില്ലേ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണം. തിങ്ക് ഇത് ഞാൻ പ്രഷർ തുറന്ന് വിട്ടിട്ടാണ് ചെയ്തത്. സി ആ ഒരു അടി പിടിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ദയർ. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് കുക്ക്ഡ് വെൽ. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റൈസിൻ്റെ സെൻറ്റർ പാട്ട് കുറച്ച് കുക്കാവാനുണ്ട്. അടച്ചു വെച്ചാൽ മതി, റെഡിയാവും എന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞത്. ഞാനുള്ളത് ഓരോ കുക്കിംഗ് ചെയ്യുമ്പം ഷാൻജിയോ, ആംഗ്രി ഷെഫ്, അങ്ങനെ എന്നതില്ല പേർലിമാണി, അങ്ങനെ ഓരോ ആൾക്കാരുടെ വീഡിയോ കുറേ കണ്ടിട്ട് പിന്നൊരു മൊമെൻറ്റിൽ എനിക്ക് തോന്നും ഒരു പൂതി, ഓക്കെ എനിക്കിപ്പോൾ ഇതുണ്ടാക്കി നോക്കണം എന്ന്. അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ആൻഡ് യെസ്, എന്തായാലും കുറച്ച് നേരം കൂടെ ആവട്ടെ. കുറച്ച് അടി പിടിച്ചിട്ടുണ്ട്, നേരത്തെ അടി പിടിച്ചതാ. സോ അതിൽ ഫ്ലേവർ വ്യത്യാസമൊന്നും വന്നില്ലാത്തത് കൊണ്ട് ഐ എം ഹാപ്പി. ഞാൻ പറഞ്ഞിട്ടെ, ഇത് അടിപൊളിയായിട്ടുണ്ട്. അയ്യോ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ മുൻപ് ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റി ഇസ് ദിസ്. വാവ്. എനിവേ, അപ്പോൾ ഇന്ന് രാത്രിക്കുള്ളത് കുറച്ച് കൂടുതലായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എനിവേ നൈസ്. ഞാനിപ്പം ഒരു സാലഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സോ ഇറ്റ് ഈസ് ലൈക്ക് ഒരു ക്യൂക്കുംബർ ആൻഡ് കേർഡ്, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ചില്ലി ഓയിലും കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഞാൻ മറന്നുപോയി കാണിക്കാൻ വേണ്ടി. കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഐ ജസ്റ്റ് വെന്റ് ദെയർ ആൻഡ് സെറ്റ്. അപ്പം വെള്ളത്തിന് ക്ലീനിങ് കഴിഞ്ഞു. ഇത് നമുക്ക് വേസ്റ്റ് കളയാനുള്ളതാണ്. ബട്ട് ഓൾമോസ്റ്റ് കുടിക്കാനുള്ള വെള്ളം, ഫുഡ്. ഓ, ഞാൻ കാണിച്ചില്ല അല്ലേ ചില്ലി ഓയിൽ ഒഴിച്ചത്. ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ്. സീ യാ